അത്രമേൽ പ്രിയമോടെ അവസാന ഭാഗം. രചന സുരഭി മനോജ്. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ഋഷിയേട്ടാ എന്നോ കേട്ടു മറന്ന ആമിയുടെ സ്നേഹത്തോടെയുള്ള ഋഷിയേട്ടാ എന്ന വിളി ഒരിക്കൽ കൂടി കേട്ടതും ഋഷിയുടെ കണ്ണുകളിൽ സങ്കടത്തിന്റെയും സന്തോഷത്തിന്റെയും കണ്ണുനീരുരുണ്ടുകൂടി. ആമി ഇപ്പോഴും ആ പഴയ ആമി തന്നെ. വലിയ മാറ്റങ്ങളൊന്നും തന്നെയില്ല ആ കുഞ്ഞുമുഖത്ത്. ആളുടെ മുടിയിൽ നിന്നിറ്റ് വീഴുന്ന വെള്ളത്തുള്ളികൾ കൗതുകത്തോടെ നോക്കുന്നുണ്ട് ഋഷി. റേഡിയോയിലൂടെ ഒഴുകിയെത്തുന്ന ഗാനം കേട്ട് ഋഷി സംശയത്തോടെ അവളെ നോക്കി. സംശയിക്കേണ്ട, ഋഷിയേട്ടൻ പാടിയ പാട്ടാ. എന്ത് ഇഷ്ടമാണെന്നറിയാം എനിക്ക് ഈ പാട്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിരഹവുമെങ്കിലും ഹൃദയത്തിൽ വന്ന് ചേക്കേറും പോലെ തോന്നും ഋഷിയേട്ട. ഋഷിയേട്ടനെ മിസ് ചെയ്യുന്നതെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ പാട്ടിങ്ങനെ കേട്ടിരിക്കും. അപ്പം ഋഷിയേട്ടൻ്റെ കൂടെയുള്ള പോലെ ഒരു ഫീലാ. ഋഷിയെ നോക്കി ചിരിയോടെ ആമി പറഞ്ഞു. എന്നോ നഷ്ടപ്പെട്ടു പോയ ആമിയുടെ ആ മനോഹരമായ പുഞ്ചിരിയിലേക്ക് നോക്കി നിന്നുപോയി ഋഷി. ആമി, നിനക്ക് സുഖം തന്നെയല്ലേ മോളെ? ആളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഋഷി ചോദിച്ചു. സുഖ ഋഷിയേട്ടാ. ഋഷിയേട്ടൻ്റെ ആമിക്ക് സുഖ. പണ്ടാരോ പറഞ്ഞ പോലെ ഈ കാത്തിരിപ്പിന് വല്ലാത്തൊരു സുഖമാണ് ഋഷിയേട്ടാ. വീണ്ടും ദൂരേക്ക് മിഴികൾ നട്ടുകൊണ്ട് ആമി പറഞ്ഞു. ആമി, ജോ വരുമെന്ന് നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അത് ചോദിക്കുമ്പോൾ തന്റെ ശബ്ദം ഇടറാതിരിക്കാൻ, കണ്ണുകൾ നിറയാതിരിക്കാൻ ഋഷി പാടുവിടുന്നുണ്ടായിരുന്നു. കാലത്ര കഴിഞ്ഞാലും ദൂരെത്ര കൂടിയാലും ഹൃദയം കൊടുത്ത് സ്നേഹിച്ചവരോടുള്ള ഇഷ്ടം ഒരിക്കലും മാറില്ല ഋഷിയേട്ടാ. ഏതോ ഓർമ്മയിൽ എന്ന പോലെ ആമി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഋഷി മെല്ലെ ഒന്ന് ചിരിച്ചു. ആ ചിരിക്ക് പക്ഷേ ജീവനില്ല എന്നതായിരുന്നു സത്യം. ഋഷിയേട്ടന് തിരക്കാണെന്നറിയാം, എങ്കിലും ശേഖരമാമി ഇനി ഒറ്റക്കാക്കരുത്. ഋഷിയേട്ടന്റെ വിവാഹം കാണാൻ മാമ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ഋഷിയെ നോക്കി പ്രതീക്ഷയോടെ ആമി പറയുമ്പോൾ ഋഷി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എന്റെ അച്ഛന്റെ സങ്കടോടെ നിൽക്കട്ടെ ആമി. ഇതേ ചോദ്യം ഞാൻ നിന്നോട് തിരിച്ചു ചോദിക്കട്ടെ. നിന്റെ അച്ഛനോട് ഏട്ടനോട് നിനക്കൊന്ന് ക്ഷമിച്ചുകൂടെ ആമി? നിന്നെ ഓർത്ത് നീർന്നുണ്ട് മാധവമാമയെ ആദ്യേട്ടനും. ചെയ്തു പോയ കാര്യങ്ങളോർത്ത് അവർ വേദനിക്കുന്നുണ്ട്. ആമി, ഒന്ന് മിണ്ടിക്കൂടറോ ഇനിയെങ്കിലും നിനക്ക് അവരോട്. ഇന്ന് ജോക്ക് വേണ്ടി കാത്തിരിക്കുന്ന നീ മാത്രമല്ല, അവരും കൂടിയാണ് ആമി. അങ്ങനെയെങ്കിലും നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായിക്കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഋഷിയേട്ടനറിയോ, അച്ഛൻ്റെ പഠിത്തം നിർത്തി പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കാതെ ഒരു മുറിക്കുള്ളിൽ തളച്ചിട്ടു. എൻ്റെ സ്വപ്നങ്ങളെല്ലാം തല്ലിക്കെടുത്തി. മകനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്ന അമ്മയുടെ സ്വപ്നങ്ങൾ തകർത്തു. എല്ലാത്തിനും ഉപരി എൻ്റെ ജോയെ എന്നിൽ നിന്ന് അകറ്റി. അച്ഛനെ എനിക്ക് മനസ്സിലാവും ഋഷിയേട്ടാ. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ പോലത്തെ അച്ഛൻ്റെ ദുരഭിമാന. കുട്ടിക്കാലത്തും അച്ഛൻ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടില്ല. വാത്സല്യത്തോടെ തലോടിയിട്ടില്ല. സ്നേഹത്തോടെ മോളെ നിന്നൊന്ന് വിളിച്ചിട്ടില്ല. എപ്പോഴും ആ മുഖത്ത് ഗൗരവ. ഒരച്ഛൻ്റെ സ്നേഹം എനിക്ക് നൽകിയത് എൻ്റെ ശേഖരമാമയാ. എന്നാൽ ആദ്യമായിട്ട് അങ്ങനെ ആയിരുന്നില്ല. ഒരുപാടൊന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും ആ നെഞ്ചേറെ എന്നുള്ള സ്നേഹമാണെന്ന് എനിക്കറിയായിരുന്നു. ആദ്യമായിട്ടെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. എൻ്റെ ഇഷ്ടത്തിനുമ്പോൾ നിൽക്കുമെന്ന് കരുതി. ആ ആദ്യേട്ടനാ ജോ എൻ്റെ പ്രാണനാണെന്ന് അറിഞ്ഞിട്ടും ഒരു പട്ടിയെ തല്ലിച്ചാക്കുന്ന പോലെ തല്ലിച്ചാച്ച്. ഇനി എൻ്റെ ജോയുടെ തിരിച്ചുവരുകൊണ്ടല്ലാതെ അച്ഛനും ഏട്ടനോ മാപ്പ് കൊടുക്കാൻ എനിക്കാവില്ല ഋഷിയേട്ടാ. അത് പറയുമ്പോൾ ആമിയുടെ വാക്കിൽ വല്ലാത്തൊരു ദൃഢതയുണ്ടായിരുന്നു. അവളോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഋഷിക്ക് തോന്നി. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട നീ സാധിച്ചു തരും ആമി? ആമിയുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രതീക്ഷയോടെ ഋഷി ചോദിച്ചു. എൻ്റെ ഋഷിയേട്ടൻ്റെ ഒരു ആഗ്രഹത്തിനും ഈ ആമി എതിര് നിൽക്കില്ല. ഒരിക്കൽ നീ ആഗ്രഹിച്ച പോലെ ഞാൻ ഇന്ന് അറിയപ്പെടുന്ന ഒരു ഗായകനാണ്. അടുത്ത ആഴ്ച ചെന്നൈയിൽ വെച്ച് എനിക്കൊരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്. അന്ന് ആ വേദിയിൽ വെച്ച് മികച്ച ഗായകനുള്ള അവാർഡ് ഞാൻ ഏറ്റുവാങ്ങാൻ കാണാൻ ഏറ്റവും മുന്നിൽ നീ ഉണ്ടാവണം. നിനക്ക് വേണ്ടിയാണ് ആമി ഞാൻ പാട്ട് പഠിച്ച് വലിയൊരു ഗായകനായത്. അപ്പം എൻ്റെ എല്ലാ വിജയവും കാണാൻ നീ മുന്നിലുണ്ടാവണം. ഉണ്ടാവില്ലേ? എനിക്ക് കാണണം. എല്ലാവരും ആരാധനയുടെ ഈ മുഖത്തേക്ക് നോക്കുന്നു. അഭിമാനത്തോടെ ഋഷിയേട്ടൻ അവാർഡ് വാങ്ങുന്നു. അവന്റെ കൈകളിൽ തന്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഉറപ്പോടെ ആമി പറഞ്ഞു. ഋഷി മാധവനോട് ആദ്യയോടും യാത്ര പറഞ്ഞ് തിരിച്ചുള്ള യാത്രയിൽ അവളെയും കൂടെ കൂട്ടി. ആ സമയം എല്ലാവരിലും നിറഞ്ഞ ചിരിയായിരുന്നു. അങ്ങനെയെങ്കിലും ആമിയൊന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ലോ എന്നായിരുന്നു എല്ലാവരും ചിന്തിച്ച്. കാണികൾക്കിടയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന കരഘോഷങ്ങളും ആർപ്പുവിളികളുമാണ് ഋഷിയെ പഴയകാല ഓർമ്മകളിൽ തിരികെ കൊണ്ടുവന്നത്. നിറഞ്ഞ ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്ന ആമിയെ നോക്കി ഋഷിയും തിരിച്ചൊരു പുഞ്ചിരി നൽകി. എത്രയോ നാളുകൾക്ക് ശേഷമാണ് താനൊന്ന് മനസ്സറിഞ്ഞ് ചിരിക്കുന്നതെന്ന് തോന്നിപ്പോയി ഋഷിക്ക്. അടുത്തതായി വേദിയിൽ ആദരിക്കാൻ പോകുന്നത് ഈ വർഷത്തെ ദി ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് കരസ്ഥമാക്കിയ ജോഹൻ എന്ന എല്ലാവരെയും ജോയാണ്. മൈക്കിലൂടെ ആ പെൺകുട്ടി വിളിച്ചു പറയുന്ന പേര് കേട്ട് ശ്വാസം അടക്കി പിടിച്ചിരുന്നു പോയി ആമി. മെറൂൺ കളർ ഷർട്ടും ബ്ലാക്ക് ജീൻസിന്റെ പാന്റും ധരിച്ച് വെട്ടിയൊതുക്കിയ താടിയും പൂച്ച കണ്ണുകളിൽ കുസൃതിയുമായി ജോ ആ വേദിയിലേക്ക് നടന്നെടുത്തു. അവിടെ കൂടിയിരുന്നവരെല്ലാം അവനെ തന്നെ ഉറ്റുനോക്കി. വർഷങ്ങൾക്ക് ശേഷം ജോയെ കണ്ട ആമിയുടെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന പോലെ അവൾക്ക് തോന്നി. ആമിയുടെ അവസ്ഥ അറിഞ്ഞ ഋഷി ആ കൈകളിൽ മുറുക്കെ പിടിച്ചിരുന്നു. തന്നെ കടന്ന് മുന്നോട്ട് നടക്കുന്ന ജോ തന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കിയിരുന്നെങ്കിലെന്ന് ആശിച്ചു പോയി ആമി.
ഋഷിയേട്ടാ, എന്റെ ജോ എന്റെ കാത്തിരിപ്പിന് പറണ്ടായി അല്ലേ ഋഷിയേട്ടാ? ഋഷിയേട്ടനറിയോ, ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല. സന്തോഷം കൊണ്ട് നിറയുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ചിരിയോടെ പറഞ്ഞു. അവൾ എത്രമാത്രം സന്തോഷവതിയാണെന്ന് ആ മുഖത്തെ ചിരി കണ്ടാൽ അറിയാം. നിന്റെ ഈ ചിരി കണ്ട് എന്റെ ഹൃദയം എങ്ങനെ നിറയാതിരിക്കും പെണ്ണേ. ഞാൻ വേദനിച്ചാലും സാരമില്ല. ആമി, നീ സന്തോഷിക്കണം. നീ ആഗ്രഹിച്ച പോലെ നിന്റെ ജോക്കൊപ്പം നീ സുഖമായി ജീവിക്കണം. അത് മതി, അത് മാത്രം മതി ഋഷിക്ക്. തന്റെ വേദനക്കിടയിലും എല്ലാം മറന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഋഷി മൗനമായി പറഞ്ഞു. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചതിനെ കുറിച്ച് സാർ എന്താണ് പറയാനുള്ളത്? കയ്യിൽ നിന്ന് മൈക്ക് ജോക്ക് നേരെ നീട്ടിക്കൊണ്ട് ആ പെൺകുട്ടി ചോദിച്ചു. അവനെന്താണ് പറയുന്നതെന്നറിയാൻ കാതുകൾ കൂർപ്പിച്ച ആമി അവനെ കേട്ടിരുന്നു. എന്റെ ഈ വിജയങ്ങൾക്കെല്ലാം ഒരേ ഒരു അവകാശമേ ഉള്ളൂ. അതെന്റെ അമ്മച്ചിയാണ്, അമ്മച്ചി മാത്രം. മറ്റാരോടും ഈ ജീവിതത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള കടപ്പാടോ സ്നേഹമോ ഇല്ല. എനിക്ക് കിട്ടിയ പുരസ്കാരം ഞാൻ എൻ്റെ അമ്മച്ചിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. കൈയുള്ള പുരസ്കാരം എല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ട് ജോ പറഞ്ഞു. അമ്മച്ചിയുടെ പേരിനൊപ്പം തന്റെ പേര് ആ വായിൽ നിന്ന് വീഴുമെന്ന് കരുതിയ ആമി ഒരു നിമിഷം നിരാശയുടെ കാണാക്കയങ്ങളിലേക്ക് ഊപ്പൂത്തി വീണു. ഇടയ്ക്കിടക്ക് അവന് നേരെ ആമി തന്റെ കൈകൾ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയെങ്കിലും അവനും തന്നെ നോക്കിയിരുന്നെങ്കിലെന്ന് അവൾ ആശിച്ചു പോയി. എന്നാൽ അറിയാതെ പോലും ജോയുടെ കണ്ണുകൾ അവിടെ നേർക്ക് നീണ്ടില്ല. തനിക്ക് കിട്ടിയ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ജോ ആ വേദിയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഋഷി ആമയെ പിടിച്ചു വലിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടി. ജോ ജോ ഉച്ചത്തിലുള്ള ആമയുടെ ശബ്ദം കാതിലായി പതിഞ്ഞതും ജോയിന്ന് തിരിഞ്ഞു നോക്കി. ആൾക്കൂട്ടത്തിനിടയിൽ ഒരു കൈയകലത്തിൽ ഓടിത്തളർന്ന് ആവശ്യമായി നിൽക്കുന്ന ആമയെ കണ്ട് ജോയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. ജോ ഓടിച്ചെന്ന് അവന്റെ കൈകളിലായി പിടുത്തമിട്ടവൾ. എന്നാൽ വെറുപ്പോടെ അവളുടെ കൈകൾ തട്ടിമാറ്റി ജോ. അവന്റെ പെരുമാറ്റം കണ്ട് ആമി ഋഷിയും പകച്ചിന്ന് പോയി. ജോ, ദേ നീ കണ്ടില്ലേ നിന്റെ ആമി നിൽക്കുന്നു? ആമിയെ ജോയുടെ മുന്നിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഋഷി ചോദിച്ചു. എന്റെ ആമിയോ? ആര് പറഞ്ഞു ഇവളെ എന്റെ ആമിയാണെന്ന്? ഒരു കാലത്ത് ഞാൻ ഇവളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന സത്യോ. ഇവളെ സ്നേഹിച്ചു പോയതിന്, വിശ്വസിച്ചു പോയതിന് എനിക്ക് എന്നോട് തന്നെ ഇപ്പൊ വെറുപ്പ് തോന്നുക. ജോ ദയനീയമായെന്ന് വിളിച്ചുപോയി ആമി. ചി നിർത്തടി. കണ്ണീ കണ്ടമാർക്ക് പഴിഞ്ഞടക്കുന്ന നിന്നെ പോലൊരു വൃത്തിയിട്ടവൾക്ക് എന്റെ പേരുച്ചരിക്കാനുള്ള യോഗ്യതയില്ല. നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്ന ജോയുടെ വാക്കുകൾ കേട്ട് ആമി വീണു പോവാതിരിക്കാൻ ഋഷിയുടെ നെഞ്ചിൽ ചാരി നിന്നു. ജോ, നീ എന്തൊക്കെയാ പറയുന്നത്? ഒന്നും മനസ്സിലാവും ഋഷി ചോദിച്ചു. എടോ, താൻ ഇവളും കൂടി ജോയെ പൊട്ടനാക്കാൻ കരുതിയല്ലേ? ഞാനെല്ലാം അറിഞ്ഞടോ. താൻ കടിച്ചു തുപ്പി എച്ചിലല്ലിടോ ഇവള്. ഈ വിഴുപ്പിനെ ചുമക്കാൻ തൽക്കാലം ഈ ജോക്ക് മനസ്സിലിടോ. ആമി നോക്കി വെറുപ്പോടെ ജോ പറയുമ്പോൾ ഋഷിയുടെ കൈകൾ ജോയുടെ കവിളിൽ പതിഞ്ഞിരുന്നു. ഇനി ഒരക്ഷരം നീ എന്റെ ആമിയെ പറ്റി പറഞ്ഞ കൊന്നുകളെന്നായ നിന്നെയാണ്. കണ്ണുകൾ ചുവന്ന് ഞരമ്പുകൾ വലിഞ്ഞു മുറുകി വല്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുകയായിരുന്നു ഋഷി അപ്പോൾ. അപ്പോഴും ജോ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും തന്റെ കാതിലേക്ക് ആർത്തിരുമ്പെന്ന പോലെ തോന്നിയ ആമിക്ക്. എവളെ പറഞ്ഞപ്പോ തനിക്ക് പൊള്ളിയല്ലേടോ? എന്നാ പിന്നെ തനിക്ക് തന്നെ ഇവിടെ കെട്ടാമേലേ? എന്തിനാ എന്റെ തലയിലുള്ള കെട്ടിവെക്കാൻ നോക്കുന്നത്? ഋഷി തലയെ കവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പുച്ഛത്തോടെ ജോ പറഞ്ഞു. ഇനി നീ ഒരക്ഷരവളെ പറ്റി പറഞ്ഞ കൊന്നുകളെ നിന്നെയാണ്. ജോക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഋഷി പറഞ്ഞു. ഇനിയൊന്നും കേൾക്കാൻ ത്രാണിയില്ലാത്ത പോലെ ആമി നിസ്സഹായായി നിന്നു. ജോ, ഓരോ ആൾക്കൂട്ടം കാണുമ്പോഴും നീ ഉണ്ടോ എന്ന് ഞാൻ തിരയാറുണ്ട്. എൻ്റെ അച്ഛനെയും ഏട്ടനെയും പോലും നിനക്ക് വേണ്ടി ഞാൻ അകറ്റി നിർത്തി. നീ പറഞ്ഞ പോലെ ഈ നെഞ്ചിൽ ആർക്കും സ്ഥാനം കൊടുക്കാതെ 4 വർഷങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരുന്ന എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു ജോ? പണവും പ്രശസ്തിയും ഉണ്ടായപ്പോ നിനക്കെന്നെ വേണ്ടതായച്ചോ? കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് ആമി ചോദിച്ചു. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിച്ചോ? നിന്റെ പോലെ ഒരുവനെയാണല്ലോ ഇത്രയും നാൾ ഞാൻ സ്നേഹിച്ചെന്നോർത്ത് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ വാശിയോടെ തുടച്ചു മാറ്റിക്കൊണ്ട് ആമി പറഞ്ഞു. ആമി വേണ്ട, ജോക്കെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. ആമിയെ ശാന്തമാകാൻ ശ്രമിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു. ജോ, സോറി, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് തല്ലിപ്പോയതാ. നീ വരുന്ന കാത്ത് ഇത്രയും നാളും നെഞ്ചു നീറി ജീവിച്ചവളെ നീ ഉപേക്ഷിക്കരുത് ജോ. ഞാൻ നിന്റെ കാലുപിടിക്കാം. ജോയുടെ കാലിലേക്ക് വീണുകൊണ്ട് ഋഷി കേണു. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. എനിക്ക് എന്തായാലും ഇവിടെ വേണ്ട. യാതൊരു മായം കൂടാതെ ജോ തന്നെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഇത്രയും നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ നിൽക്കുന്ന ആമിയെ നിങ്ങൾ പ്രണയിച്ചിട്ടില്ലെന്ന്, അല്ല ഇപ്പോഴും പ്രണയിക്കുന്നില്ലെന്ന് പറയാനാവോ മിസ്റ്റർ ഋഷിക്ക്? ജോയുടെ ചോദ്യം കേട്ട് ഋഷി പകപ്പോടെ അവൻ ഉറ്റുനോക്കി. ഇനി ഒരു അക്ഷരന്റെ ഋഷിയെ പറ്റി നീ പറയുന്നത് ജോ? നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ അറിയാമെങ്കിൽ നിന്നെ കൊന്ന് ചേരി പോകാൻ ഈ ആമിക്ക് മടിയില്ല. എന്റെ ഋഷിയേട്ടനെ എനിക്കറിയാം. പകരിയുന്ന കണ്ണുകളോടെ ജോയെ നോക്കി ആമി പറഞ്ഞു. മറ്റാരെക്കാളും നീ വിശ്വസിച്ച നിന്റെ ഋഷിയേട്ടനോട് തന്നെ ചോദിച്ചു നോക്കടേ,
ഇയാൾ നിന്നെ പ്രണയിച്ചില്ലേ എന്ന്, ഇപ്പോഴും പ്രണയിക്കുന്നില്ലേ എന്ന് ആമിയെ ഋഷിയുടെ നേരെ പിടിച്ച് തള്ളിക്കൊണ്ട് ജോ പറഞ്ഞു. പറയൂ ഋഷിയേട്ടാ, ഇവൻ പറഞ്ഞ കള്ളാണെന്ന് പറയൂ ഋഷിയേട്ടാ. ഋഷിയുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രതീക്ഷയോട് ആമി ചോദിച്ചു. അത് കണ്ടൊരു പൊട്ടിക്കരച്ചിലോടെ ഋഷി നിലത്തേക്ക് ഓർന്നിരുന്നു. ഋഷിയേട്ടാ, ചിലമ്പിച്ച സ്വരത്തോടെ ആമി വിളിച്ചുപോയി. നീ എന്റെ ജീവനാണ് ആമി, പ്രാണനാ. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ഇഷ്ടമല്ല എനിക്ക് നിന്നോട്. കുട്ടിക്കാലം മുതൽ ഈ നെഞ്ചിൽ കൊണ്ടടക്കാൻ തുടങ്ങിയ ഞാൻ നിന്നെ. നീ ഇവനെയാണ് സ്നേഹിക്കുന്ന അറിഞ്ഞപ്പോ മരിച്ചു പോകാനാണ് എനിക്ക് തോന്നിയത്. നീ ഇവനോർത്ത് കരഞ്ഞപ്പോ ഞാനൊരു ഭ്രാന്തനാവുകയായിരുന്നു. നീ കരയുന്ന കാണാൻ ശക്തിയില്ലാത്തതുകൊണ്ട് തന്നെ ചങ്ക് പൊട്ടുന്ന വേദനയോടെ ആണെങ്കിലും ഇവൻ നിന്നെ തേടി വരണമെന്ന് ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. നീ എന്നാ എനിക്ക് ഭ്രാന്താണ് ആമി, ഭ്രാന്ത. ഋഷിയുടെ കരച്ചിൽ ചെളികൾ കാതിലേക്ക് പതിക്കുന്നോറും ആമി നിശ്ചലയായി നിന്നുപോയി. കേട്ടല്ലോ നീ ഇയാള് പറഞ്ഞ് അങ്ങനെ മറ്റൊരുത്ത മനസ്സ് കൊണ്ടുവന്ന നിന്നെ എനിക്കിനി വേണ്ട. ഗുഡ് ബൈ. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാതിരിക്കട്ടെ എന്ന് നേക്കുമായി അവളോട് യാത്ര പറഞ്ഞ് ജോ നടന്നകന്നു. തോൽപ്പിച്ച് കളഞ്ഞല്ലോ ഋഷിയേട്ട. നിങ്ങൾ ആമി പൊട്ടിയ വെറും പൊട്ടി. ഋഷിയുടെ പ്രണയം അറിയാതെ പോയ വേറൊരു പൊട്ടിപ്പെണ്ണ്. ഒരിക്കലെങ്കിലും പറയായിരുന്നില്ല ഋഷിയേട്ട നിങ്ങൾക്ക് എന്നോട്. എങ്കിൽ നെഞ്ചിൽ ഞാൻ ആരെയും പ്രതിഷ്ഠിക്കില്ലായിരുന്നല്ലോ. ഋഷിയുടെ മുന്നിലായി മുട്ടൂത്തിരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആമി പറഞ്ഞു. ഋഷി അപ്പോഴും കരയുകയായിരുന്നു. പെട്ടെന്ന് ഇരുവരെയും നനയിച്ചുകൊണ്ട് മഴ തകർത്ത് പെയ്തു. ആ മഴയോടൊപ്പം ആമിയുടെയും ഋഷിയുടെയും കണ്ണുനീരും ഭൂമിയിൽ ലയിച്ചേർന്നു. ഋഷിയേട്ടാ, എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം. താൻ താമസിക്കുന്ന വില്ലയിൽ നിന്നും ദൂരെ കാണുന്ന മെറീന ബീച്ചിലേക്ക് കണ്ണുകൾ നട്ടു നിൽക്കുകയായിരുന്നു ഋഷി. ആമിയുടെ സ്വരം കാതിലായി പതിഞ്ഞതും അവൻ പോകാമെന്നർത്ഥത്തിൽ അവള് നോക്കാതെ തന്നെ തലകുലുക്കി മറുപടി അറിയിച്ചു. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഋഷി ഇന്ന് കൂട്ടുപിടിച്ചിരിക്കുന്ന മൗനത്തെയാണ്. ഒരാഴ്ച കഴിഞ്ഞു ആമി ഋഷിക്കൊപ്പം നാട്ടിലേക്ക് വന്നിട്ട്. ജോയെയും അവന്റെ ഓർമ്മകളെയും ആമി മറന്നു തുടങ്ങി. മാധവനും ശ്രീജയ ആദ്യമൊക്കെ ആമിയെ ശല്യം ചെയ്യാതെ ആളുടെ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടു. ഋഷി പരമാവധി ആമിയുമായുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കി. അല്ലെങ്കിൽ തന്നെ മനസ്സ് പിടിവിട്ടു പോകുമെന്ന് അവനറിയാം. ആമി, ഋഷി നാളെ ചെന്നൈയിലേക്ക് തിരിച്ചു പോവാ. ഇനിയൊരു തിരിച്ചറിവുണ്ടാവും തോന്നില്ല. രാത്രിയിൽ പൂർണ്ണചന്ദ്രനെ നോക്കി പുറത്തേക്കായിരുന്ന ആമിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അമല പറഞ്ഞു. അമല പറയുന്ന കേട്ട് ആമി ജീവനില്ലാന്ന് പുഞ്ചിരിച്ചു. ആമി, ജീവിതം ഒന്നേ ഉള്ളൂ. അതെങ്ങനെ ജീവിച്ചേർക്കണം നമ്മളാ മോളെ തീരുമാനിക്കുന്നത്. ഈ ആയിരത്തി മോളെ ഉപദേശിക്കാണെന്ന് കരുതരുത്. ഒരിക്കലും മോള് ഋഷിയെ നിന്റെ വീട്ടുകാരെ വെറുക്കരുത്. നീ ആഗ്രഹിച്ച പോലെ വലിയൊരു ഗായകനായി നിന്റെ മുമ്പിൽ വന്ന് ഋഷി നിന്നോട് പ്രണയം പറയുന്ന എല്ലാവരും കരുതിയത്. പക്ഷെ അപ്പോഴേക്കും ഒന്നിർത്തിക്കൊണ്ട് അമല വീണ്ടും തുടർന്നു. ഒരാളാൽ പ്രണയിക്കപ്പെടാനും അയാളുടെ പ്രാണനാവാനും കഴിയുന്നോളം ഭാഗ്യം വേറെ ഒന്നുമില്ല കുട്ടി. പലപ്പോഴും നിന്നോടുള്ള ഋഷിയുടെ പ്രണയം കണ്ട് എനിക്ക് പോലും നിന്നോട് അസൂയ തോന്നിയിട്ടുണ്ട്. ഋഷിക്ക് നിന്നോടുള്ള മരണമില്ലാത്ത പ്രണയ, ആത്മാവിൽ അലിഞ്ഞ പ്രണയം. അർഹതയില്ലാത്ത ഒരുവിന് വേണ്ടി നീ നിന്റെ ജീവിതത്തിലെ 4 വർഷങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇനിയെങ്കിലും ഋഷിയാവുന്ന ലോകത്തിലേക്ക് നീ നടന്നെടുക്കണം. എന്നിട്ട് നിങ്ങളുടേത് മാത്രമായ പ്രണയവും സ്വപ്നവും പടുത്തുയർത്തണം. ആമിയുടെ തലയിലും തലോടിക്കൊണ്ട് അമല പറഞ്ഞു. അപ്പോഴും നിശബ്ദമായ അവളെ കേട്ടെന്നല്ലാതെ ആമി ഒന്നും തന്നെ പറഞ്ഞില്ല. ഋഷിയുടെ പറമ്പിലായി പറന്നു വന്നലിച്ചിരിക്കുന്ന മാവിലേക്ക് നോക്കിക്കൊണ്ട് കുഞ്ഞാമി പറഞ്ഞു. അയ്യോ ആമിക്കുട്ടി, മാങ്ങളൊക്കെ നിൽക്കുന്നേ ഏറ്റവും മുകളത്തെ കൊമ്പിലാ. ഞാനെങ്ങനെ പറിച്ചു തരാനാ? നിസ്സാനായി മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഋഷി പറഞ്ഞു. എനിക്ക് മാങ്ങ കിട്ടിയില്ലെങ്കിൽ ചേട്ടനൊരു ആമിന് മിണ്ടില്ല. കൈകൾ മാറിൽ പിണച്ചു കെട്ടി ആ കുഞ്ഞുമുഖം വീർപ്പിച്ചുകൊണ്ട് ആമി പറഞ്ഞു. അയ്യോ, എന്റെ ആമി പിണങ്ങില്ല കേട്ടോ, അത് മാത്രം എനിക്ക് സഹിക്കില്ല. വീർപ്പിച്ചു വെച്ചിരിക്കുന്ന ആ കവിളിൽ മുത്തം കൊടുത്തുകൊണ്ട് ഋഷി പറഞ്ഞു. ശേഷം മറ്റൊന്നും ചിന്തിക്കാതെ മാവിലേക്ക് എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറി 1-2 മാങ്ങ പറിച്ച് നിലത്തേക്ക് ഇട്ടു. നല്ല മധുരം, ഇന്ന ഒരെണ്ണം ചേട്ടൻ കഴിച്ചു. കയ്യിലിരുന്നൊരു മാമ്പഴം ആ ഒരു നേരം നീട്ടിക്കൊണ്ട് ആമി പറഞ്ഞു. എനിക്ക് ഇത് വേണ്ട, ആമി കഴിക്കുന്ന മാങ്ങ മതി. ആമി കഴിച്ചുകൊണ്ടിരുന്ന മാങ്ങ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു. അയ്യോ, ഇത് ആമി കഴിച്ചതല്ലേ, അത് വേണ്ട ഋഷിയേട്ടാ. നിഷേധാർത്ഥത്തിൽ തന്നെ തലവിട്ടിച്ചുകൊണ്ട് ആമി പറഞ്ഞു. എന്റെ ആമി കഴിച്ച് കഴിക്കാനാ എനിക്കിഷ്ടം. അത്രയും പറഞ്ഞ് ആളുടെ കയ്യിൽ നിന്ന് ആ മാങ്ങ ഋഷി പിടിച്ചു വാങ്ങി. ശേഷം മെല്ലെന്ന് കടിച്ചു. നല്ല സ്വാദ്. ആമി നോക്കി ചിരിയോടെ പറഞ്ഞു ഋഷി. പഴയ കാര്യങ്ങൾ വീണ്ടും ഓർമ്മ വന്നു. ആമിയിൽ മനോഹരമായൊരു പുഞ്ചിരി മുട്ടിട്ടു. കുട്ടിക്കാലത്ത് മണ്ണപ്പം ചുട്ടു കളിക്കാൻ ഋഷിയേട്ടൻ ഒപ്പം കൂടുന്നു. കാവിലെ മഞ്ചാടി മരത്തിൽ നിന്നും മഞ്ചാടിക്കുരി പെറുക്കി തരുന്നു. താൻ കാട്ടുന്ന കുറുമ്പുകൾക്ക് അച്ഛനിൽ നിന്ന് ശകാരം ഏറ്റുവാങ്ങുന്ന ഓർത്തപ്പോൾ ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കണക്ക് ചെയ്തപ്പോൾ തെറ്റിപ്പോയതിന് ദേവൻ സാറ് തന്നെ തല്ലിയെന്നും പറഞ്ഞ്
ഋഷിയേട്ടൻ സാറ് പോയിരുന്ന വഴിയിൽ പടക്കം പൊട്ടിച്ച് സാറിനെ പേടിപ്പിച്ച് ഓർക്കുമ്പോൾ ഇന്നും തനിക്ക് ചിരി നിർത്താൻ കഴിയുന്നില്ല. എന്തിനേറെ പറയുന്നു, തന്റെ കാലിൽ നിന്നും ഉൾക്കൊണ്ടാൽ പോലും സഹിക്കില്ലായിരുന്നു ഋഷിയേട്ടന്. താനൊന്ന് വീണുപോയാൽ പിടയുന്ന ആ ഹൃദയമായിരുന്നു. ആമിയുടെ ഇഷ്ടങ്ങളായിരുന്നു ഋഷിയേട്ടന്റെയും ഇഷ്ടം. അത്രയേറെ തന്നെ സ്നേഹിച്ചിരുന്ന ഋഷിയേട്ടനെയാണല്ലോ താൻ തിരിച്ചറിയാതെ പോയതെന്ന് ഓർക്കവേ ആമിയുടെ മനസ്സ് കുറ്റബോധത്താൽ നീറി. പതിവിന് വിപരീതമായി ആമിയുടെ കണ്ണിൽ ഋഷിയുടെ മുറിയിലേക്ക് ചലിച്ചു. എന്നാൽ അവിടെ ശൂന്യമാണെന്ന് കണ്ട ആമിയുടെ മുഖത്തെ ചിരി മങ്ങി. അമലയെടുത്തി പറഞ്ഞ പോലെ എന്റെ സ്നേഹത്തിന് അർഹനില്ലാത്തവരുവിന് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ കരഞ്ഞു തീർത്തു. ഇനി ഒരിക്കലും ജോയെക്കുറിച്ച് ഓർത്ത് തന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കില്ലെന്ന് ആമി ശപഥം ചെയ്തു. ജോ പറഞ്ഞ പോലെ ഇനി ഒരിക്കലും തമ്മിൽ കാണാതിരിക്കട്ടെ, ആ ഒരു പ്രാർത്ഥനയെ ആൾക്കുണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഋഷി. അവന്റെ കണ്ണുകൾ അപ്പോഴും ആമിയെ തിരയുന്നുണ്ടായിരുന്നു. തനിച്ചാക്കി പോവുകയാണ് ആമി. ഇനിയൊരു തിരിച്ചുവരവുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. നിന്റെ കണ്ണുകളിൽ എന്നോടുള്ള വെറുപ്പ് കാണാനുള്ള ശക്തിയില്ല. എങ്കിലും ഒന്ന് മാത്രം പറയാ ഋഷിക്ക്, ഋതുക്കൾ മാറി വന്നാലും ഇലകൾ കൊഴിഞ്ഞു വീണാലും മരണം എന്നെ വന്ന് പുലുകിയാലും നിന്നോടുള്ള എൻ്റെ പ്രണയത്തിന് മാത്രം അവസാനമില്ല. ഈ ഋഷിക്ക് ആമിയോടുള്ളത് വിധിയെ തോൽപ്പിച്ച പ്രണയമാണ്, ആത്മാവിൽ അലിഞ്ഞുപോയ പ്രണയം. ആമിയുടെ മുഖം മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഋഷി മനസ്സിൽ പറഞ്ഞു. അമലയുടെയും ആദിയുടെയും കണ്ണുകൾ അപ്പോഴും പ്രതീക്ഷയോടെ ആമിയുടെ മുറിയിലേക്ക് നീണ്ടു. ആമി വരില്ലെന്ന് എഴുതിയ ഋഷി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അങ്ങനെ നിന്നു ഏറെ നേരം. ഋഷിയേട്ടാ, തനിച്ചാക്കി പോവാണ് ഈ ആമിയെ? കാറിലേക്ക് കയറാൻ തുടങ്ങിയ ഋഷിയെ ഞെട്ടിച്ചുകൊണ്ട് ആമി വിളിച്ചു ചോദിച്ചു. ആളുടെ വാക്കുകൾ കേട്ട് ഋഷി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഋഷിയെ നോക്കി മിഴിനീർ വാർക്കുകയായിരുന്നു ആമി. ഒരിക്കലും ഒരുവനെ സ്നേഹിച്ചു പോയി, വിശ്വസിച്ചു പോയി എന്നൊരു തെറ്റെനിക്ക് പറ്റിയിട്ടുണ്ട്. അതെല്ലാം മറന്ന് എന്നോട് ക്ഷമിക്കാൻ ഋഷിയേട്ടന് കഴിയെങ്കിൽ ഞാനും വന്നോട്ടെ കൂടെ? ഋഷിയുടെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കിക്കൊണ്ട് ആമി ചോദിച്ചു. ആമി, നിനക്കെന്നെ ഇഷ്ടമാണോ? കരച്ചിലടക്കാൻ പാടുവിട്ടുകൊണ്ട് ഋഷി ചോദിച്ചു. ഇഷ്ടമാണ് ഋഷിയേട്ട, പ്രാണന, നിങ്ങൾ എനിക്ക് ജീവന. നിങ്ങൾ തന്ന സ്നേഹത്തിനും പ്രണയത്തിനും കരുതലിനും ഒരായുസ് മുഴുവൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ആ കട വീട്ടിക്കൊള്ളാൻ ഞാൻ. ഋഷിയുടെ കാലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആമി പറഞ്ഞു. ആമി, എന്താണ് ഇത്? പെട്ടെന്ന് തന്നെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഋഷി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് നിന്നു. നീ എന്നെ ഇഷ്ടമാണെന്ന് ഇപ്പോഴെങ്കിലും ഒന്നും പറഞ്ഞല്ലോ, അത് മാത്രം മതി ഋഷിക്ക്. ഇനി മരിച്ചു പോലെ എനിക്ക് കുഴപ്പമില്ല. ആമിയെ തന്നെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ വലിച്ചിട്ടുണ്ട് ഋഷി പറഞ്ഞു. അപ്പോഴും അവന്റെ കണ്ണുകൾ തോരുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ആമി ഋഷിയുടെ വാപത്തി. ഒരു മരണത്തിന് നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കില്ല ഋഷിയേട്ട, മരണത്തിൽ പോലും നമ്മൾ ഒന്നിച്ചായിരിക്കും. അവന് നെറ്റിൽ അരുമയായി ഒന്ന് മുത്തിക്കൊണ്ട് ആമി പറഞ്ഞു. ആമി തുടങ്ങി വെച്ച ചുംബനം ഋഷി ഏറ്റെടുത്തു. ഭ്രാന്തമായി അവളെ ചുംബിക്കുകയും തന്നിലേക്ക് കൂടെ വലിച്ചെടുക്കുകയും ചെയ്യുന്ന ഋഷിയെ കണ്ട് ശ്രീജയും മാധവനെ കണ്ണുടച്ചു. ശേഖരൻ ഓടി വന്ന് മാധവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇതൊക്കെ കണ്ട് ആദി ചിരിയോടെ അമലയുടെ കൈകളിൽ കൈകോർത്തി പിടിച്ചു. ജോ, അബിയെ നഷ്ടപ്പെടുത്തിയ തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? തന്റെ വീടിന്റെ മുറ്റത്ത് മാർബിൾ പാകി വെറും നിലത്തായി കിടക്കുന്ന ജോയെ നോക്കി ടെസ്സ ചോദിച്ചു. അവരുടെ ചോദ്യം കേട്ട് അവൻ ചിരിച്ചു. സങ്കടമുണ്ടോന്ന് ചോദിച്ചാ ഉണ്ടമ്മച്ചി. എത്രയ്ക്കായാലും ഞാൻ സ്നേഹിച്ച പെണ്ണല്ല അമ്മച്ചി അവള്. എങ്കിലും എന്റെ തീരുമാനം തെറ്റായിരുന്നില്ല അമ്മച്ചി. എന്നെക്കാൾ അർഹതയുള്ള കൈകൾ തന്നെയാണ് അവൾ എത്തിപ്പെട്ട്. അവളുടെ ഋഷിയേട്ടനേക്കാൾ കൂടുതൽ അവളെ സ്നേഹിക്കാൻ എനിക്കെന്നല്ല ആർക്കും കഴിയില്ല. ആ മനുഷ്യന്റെ ശ്വാസം പോലും അവളല്ലേ. അങ്ങനെയുള്ള അയാൾക്കല്ലാതെ അവളെ കിട്ടാൻ വേറെ ആർക്കാണ് യോഗ്യത? ആമിയില്ലെങ്കിലും ജോ ജീവിക്കും എൻ്റെ അമ്മച്ചിക്ക് വേണ്ടി. പക്ഷേ അയാൾ ജീവിക്കില്ല, അവളില്ലാതെ ഒരു നിമിഷം പോലും. അബിയുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു നിന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നെ അവൾ അയാളുടെ പ്രണയം തിരിച്ചറിഞ്ഞേനെ. എങ്കിലും സന്തോഷമുണ്ട് അമ്മച്ചി. വൈകിയാണെങ്കിലും അവൾ ഋഷിയെ സ്വീകരിച്ചല്ലോ എന്ന് ഓർത്ത്. പക്ഷെ ഞാൻ ആ മോളെ നിന്റെ പെണ്ണായിട്ട് ഒത്തിരി സ്വപ്നം കണ്ടതാ മോനെ. ആമിയുടെ മുഖമോർത്തുകൊണ്ട് നഷ്ടബോധത്തോടെ ടെസ്സ പറഞ്ഞു. അമ്മച്ചി പണ്ട് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? എനിക്കായിട്ടാണ് അവൾ ജനിച്ചതെങ്കിൽ സമയമാകുമ്പോൾ കർത്താവ് തമ്പുരാൻ തന്നെ എനിക്ക് അവളെ കൊണ്ടുതരുന്നു. കർത്താവിന്റെ തീരുമാനം അനുസരിച്ച് അവൾ ജനിച്ച ഋഷിക്ക് വേണ്ടിയാ, അയാൾക്ക് വേണ്ടി മാത്രം. അതുകൊണ്ടല്ലേ വർഷങ്ങൾക്ക് ശേഷം ഒരു നാൾ അരിയെ കണ്ടുമുട്ടിയതും ഋഷി ആരാണെന്നും ഋഷികാബി ആരാണെന്നുള്ള സത്യം എനിക്കറിയാൻ കഴിഞ്ഞ്. മനഃപൂർവ്വം തന്നെയാ. സങ്കടത്തോടെയാണെങ്കിലും വാക്കുകൾ കൊണ്ടാണ് അത്രയും ഞാൻ അവളെ മുറിവേൽപ്പിച്ച്. അതിൽ ഞാൻ വിജയിച്ചു. ഋഷിയേട്ടനെ കൊണ്ട് തന്നെ അയാളുടെ പ്രണയം അവളാണെന്ന് പറയിപ്പിച്ചു. വൈകിയാണെങ്കിലും ആമി ആ പ്രണയം തിരിച്ചറിഞ്ഞു. അവളെന്നെ വെറുത്തോട്ടെ അമ്മച്ചി. എനിക്കൊരിക്കലും അവളെ മറക്കാനാവില്ല. ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത് അവള് കാരണമാണ്. ആ കടപ്പാടെന്നും എനിക്ക് അവളോടുണ്ടാവും. അവള് ജീവിക്കട്ടെ അമ്മച്ചി, ഇനിയെങ്കിലും സന്തോഷത്തോടെ. ടെസയുടെ മാറിലായി ചാഞ്ഞുകൊണ്ട് ജോ പറഞ്ഞു. നിനക്കായി ഒരുത്തി വരും മോനെ,
നിന്റെ നല്ല മനസ്സിന് കർത്താവ് തമ്പുരാനോട് കൊണ്ടുതരും നിനക്ക്. അവന് ചേർത്ത് പിടിച്ചുകൊണ്ട് ടെസ്സ പറഞ്ഞു. ദേ ആമി മതി വന്നേ, വലിയ തിരയാ വരുന്നത് നോക്കിയേ. ആ തിരുമ്പി വരുന്ന തിരയെ നോക്കി പേടിയോട് ഋഷി പറഞ്ഞു. കടൽ തീരെ തിരമാലകളോടൊപ്പം കളിക്കുകയാണ് ആമി. ഋഷിയുടെ കുറച്ചുകൂടി പ്ലീസ്, കൊഞ്ചലോട് ഋഷിയെ നോക്കിയവൾ പറഞ്ഞു. ഏയ് നടക്കില്ല ആമി. അത്രയും പറഞ്ഞ് അടുത്ത തിര വരുന്നതിന് മുന്നേ തന്നെ ഋഷി അവളെയും പൊക്കിയെടുത്ത് നടന്നകന്നു. ഞാൻ മിണ്ടില്ല കേട്ടോ ഋഷിയേട്ടാ, ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് പരിഭവത്തോടെ ആമി പറഞ്ഞു. ഏയ് പിണങ്ങിയല്ല എൻ്റെ ആമി, നിന്റെ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തോണ്ടല്ലേ. ആമിയെ നോക്കി ദയനീയമായ ഋഷി പറഞ്ഞു. അയ്യേ ഞാൻ വെറുതെ പറഞ്ഞല്ലേ, എനിക്കറിയില്ലേ എന്നുള്ള സ്നേഹയോടെ ഋഷിയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അവന് തോളിലൂടെ കൈയിട്ടുകൊണ്ട് ആമി പറഞ്ഞു. ആമി, അടുത്ത ജന്മത്തിൽ ഞാൻ ഋഷിയായും നീ എൻ്റെ ആമിയായും തന്നെ പുനർജനിക്കണം. അന്ന് മറ്റാർക്കും ഈ നെഞ്ചിലെ സ്ഥാനം കൊടുക്കാതെ, ആരെയും കാത്തിരിക്കാതെ എനിക്കായി മാത്രം നിന്റെ ഹൃദയത്തിൽ സ്ഥാനം നൽകാമോ? വല്ലാത്തൊരു ഭാഗത്തിൽ അവിടെ കണ്ണുകളിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ പ്രണയാതുരനായി ഋഷി ചോദിച്ചു. അടുത്ത ജന്മം എന്തിനാ ഋഷിയേട്ടാ, ഈ ജന്മം പോരെ നമുക്ക്? 4 വർഷങ്ങൾ ആമി നിങ്ങൾക്ക് നിഷേധിച്ച സ്നേഹം 40 മടങ്ങായി തിരിച്ചു തന്നിരിക്കും പോരെ? അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഉറപ്പോടെ അവളും പറഞ്ഞു. മതി ആമി, അത് മാത്രം മതി. ഈ ജന്മം ഞാൻ തന്നെയാണ്. വെള്ളത്തുണികൾ പറ്റി ചേർന്നിരിക്കുന്ന അവളുടെ ചുണ്ടുകൾക്കിടക്ക് തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അത്രമേൽ പ്രിയമോട് ഋഷി പറഞ്ഞു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി അറിയിക്കുക. താങ്ക് യു.